പന്നിയങ്കര ടോളിന് സമീപം ആശുപത്രി മാലിന്യവുമായി എത്തിയ ലോറി ദേശീയപാതയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് 24 മണിക്കൂർ. പ്രദേശത്ത് രൂക്ഷഗന്ധം വമിക്കുന്നു. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയിട്ടുണ്ട്. ശ്രീകുമാരൻ പാലക്കാട് വിശദാംശങ്ങളുമായി ചെയ്യുന്നു. ശ്രീജിത്ത്, ലക്ഷ്യം തെറ്റി ലോറി അവിടെ കിടക്കാൻ കാരണമെന്താണ്? അധികാരികൾ പറയുന്നത് എന്താണ്? മാറ്റാനുള്ള നടപടികൾ എന്ന് തുടങ്ങും? എപ്പോൾ തുടങ്ങും? കോഴിക്കോട്ട് നിന്ന് വന്ന ലോറിയാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. അതായത് എനിക്ക് പിറകിൽ കാണുന്നതാണ് ഈ ലോറി. IMAയുടെ ഇമേജ് എന്ന ആശുപത്രി മാലിന്യ സംസ്കരണ യൂണിറ്റിലേക്ക് ഇത്തരത്തിൽ ബയോമെഡിക്കൽ വേസ്റ്റ് കോഴിക്കോട്ട് നിന്ന് കൊണ്ടുവന്നതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത് ഈ ദേശീയപാതയിൽ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് മണിക്കൂർ ഇന്നലെ രാവിലെ മുതൽ കിടക്കാൻ തുടങ്ങിയതാണ് എന്നാണ്. അപ്പോൾ 24 മണിക്കൂർ അത് പിന്നിടുന്നു. ഈ പ്രദേശത്ത് നിരവധി കടകളൊക്കെ ഉള്ള മേഖലയാണ്. ഇവിടെ നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇപ്പോൾ ഈ ഒരു അടുത്ത് തന്നെ ഉണ്ട്. തൊട്ടടുത്ത് നിൽക്കുമ്പോൾ തന്നെ രൂക്ഷമായ ഗന്ധമാണ് ഈ മേഖലയിൽ കാറ്റിലൂടെ പടർന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി തട്ടുകടകളടക്കം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നാട്ടുകാർ ഈ പ്രദേശത്ത് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, എത്ര ദിവസം ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്? ഇത് ഇന്നലെ രാവിലെ മുതൽ എത്ര മണി മുതൽ? രാവിലെ നല്ല ഒരു 8:30 ആ സമയത്ത് വന്നതാണ്. പിന്നെ അതിൻ്റെ വർക്കേഴ്സ് ഈ പറഞ്ഞിരിക്കുന്ന ഈ അശോകലാലിൻ്റെ ഈ വണ്ടി മൊബൈൽ സർവീസിനെയാണ് ഇന്നലെയും വരികയുണ്ടായി. വന്നിട്ട് അവരൊരു 12 മണി 12:30 വരെ നിൽക്കുന്നത് കണ്ടായിരുന്നു. അത് കഴിച്ചിട്ട് അവർ പോയതാണ്. പിന്നീട് ഈ നേരം വരിക്കും ആരുമില്ല. ഈ നിൽക്കുന്ന ഈ പയ്യൻ മാത്രം ചില സമയങ്ങളിൽ ക്ലീനറാണ്. അവൻ ചില സമയങ്ങളിൽ വന്നിട്ട് ഒന്ന് നോക്കിയിട്ട് അങ്ങനെ പോവാണ്. ക്ലീനറാണെന്ന് നമുക്കറിയില്ല. ഇവനൊന്നല്ല വന്നത്, ഫസ്റ്റ് വേറൊരു പയ്യനാ വന്ന്. അവർ ഒരു ദിവസം ഇവിടെ നിർത്തി അവർ പയ്യൻ മിണ്ടാണ്ട് എല്ലാവരും മുങ്ങിയത്. ഗന്ധമാണ്. അതായത് എന്നിട്ട് ഞങ്ങൾക്ക് ഡൗട്ട് വന്നത് ഈ ലീക്ക് അടിച്ചിട്ട് ഇവിടെ കണ്ണ് പോഞ്ഞു എൻ്റെ. അപ്പോൾ നമുക്ക് എൻ്റെ കെട്ടുവെക്ക് തന്നെ വയ്യണ്ടായി. ശ്രീജിത്ത്, ഇടപെട്ട് ചോദിക്കട്ടെ, 24 മണിക്കൂറാവുന്നു ഈ IMAയുടെ നേതൃത്വത്തിലുള്ള ഞാൻ ഔദ്യോഗികമായി പറയുന്നില്ല, അതിന്റെ മുകൾ ബോർഡ് കണ്ടുകൊണ്ട് പറയുകയാണ്, അതൊരു ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുവന്ന മാലിന്യമാണ്. ഇത് എങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ളതാണെന്ന് അവിടെ ബന്ധപ്പെട്ടാൽ അറിയാവുന്നതല്ലേ ഉള്ളൂ. അനാഥമായി കിടക്കുന്ന ലോറിക്ക് ആരുമില്ലേ അടുത്തൊന്നും? ഒരു തർക്കവുമില്ല. ഇത് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് മലമ്പുഴയിലെ IMAയുടെ ഇമേജ് എന്ന ആശുപത്രി മാലിന്യ സംസ്കരണ പ്ലാന്റിലേക്കാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് അവിടുത്തെ ക്ലീനർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. കോഴിക്കോട്ട് നിന്ന് കൊണ്ടുവരുന്ന ലോഡാണ്, ബയോമെഡിക്കൽ വേസ്റ്റ് ആണ് എന്ന ഒരു ക്ലീനർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഈ ദൃശ്യങ്ങളൊന്ന് കാണണം. ഇതിനടിയിലൂടെ വെള്ളമൊക്കെ ഒറ്റി ഇറങ്ങുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല. ചോര പോലെ എന്തൊക്കെയാണ് കാണാൻ കഴിയുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും ആളുകൾ പൂർണ്ണമായി ഇതിൻ്റെ പമ്പ് ലീക്ക് പ്രശ്നമാണ്, പമ്പിൻ്റെ പ്രശ്നമാണ് എന്നാണ് നാട്ടുകാർ ഈ പറയുന്ന ലോറിയുടെ ക്ലീനറും അതുപോലെ തന്നെ അറിയിച്ചുള്ളത്. പക്ഷേ ഇന്നലെയും ഇതിൻ്റെ പണിയെടുക്കാൻ ശ്രമിച്ചു, നടന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് വളരെ രൂക്ഷമാണ്. ദേശീയപാതയിലാണ് അപകടകരമായ രീതിയിൽ ഇത്തരത്തിൽ ബയോമെഡിക്കൽ വേസ്റ്റ് ആശുപത്രി മാലിന്യം മുഴുവൻ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. ഇത് അടിയന്തരമായി സംസ്കരിക്കേണ്ടതുണ്ട്. ഇതിന് തൊട്ടടുത്ത് നിൽക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യമുണ്ട്. എന്തായാലും ഇത് പെട്ടെന്നൊരു ക്രെയിൻ വന്ന് കെട്ടിവലിച്ച് കൊണ്ടുപോയില്ലെങ്കിൽ രൂക്ഷമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിന്റെ ഒരു ഭാഗമൊക്കെ തുരുമ്പ് പിടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ചേട്ടൻ എന്താ പറയുക? തൊട്ടടുത്ത് കടകളാണല്ലേ? തൊട്ടടുത്ത് 2 കഞ്ഞി കടകളാണ്. അവിടേക്കുള്ള ഭക്ഷണവും കാര്യങ്ങളെല്ലാം തന്നെ ഈ വഴിയിലൂടെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിലേക്ക് അവിടെ വന്ന കസ്റ്റമേഴ്സ് അടക്കം പറയുകയുണ്ടായി, വളരെയധികം അതിലേക്ക് സ്മെല്ല് വരുന്നു. ആ സമയത്താണ് നമ്മളിതിലേക്ക് എന്താണ് ഇതിന് നോക്കാൻ വേണ്ടി വന്നത്. അപ്പം ഞാൻ പണ്ട് അതിലേക്ക് ഒരു ചാനലിൻ്റെ റിപ്പോർട്ടറായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം കൂടെ, കാര്യം ഇത് ജനങ്ങൾക്ക് ഇത് അറിഞ്ഞിട്ട് അവർക്ക് കറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യാനുള്ള രീതി അറിയാത്തതുകൊണ്ടാണ് അറിയാതെ പോയി. എന്നോട് പറഞ്ഞ വഴിക്ക് ഞാൻ നിങ്ങളെ വിളിച്ചത് അതുകൊണ്ടാണ്. തീർച്ചയായും അത് ചേട്ടനെ ഇക്കാര്യത്തിൽ നമ്മളെ അറിയിച്ചതിന് വളരെ നന്ദിയുണ്ട്. പൊതുസമൂഹത്തിനുള്ളിൽ ഇത് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. ഇതിങ്ങനെ കൊണ്ടുവന്ന് ഇടേണ്ടതാണോ ആശുപത്രി മാലിന്യം? നേരത്തെ നമ്പർ 1 കേരളം, ആരോഗ്യ കേരളം എന്നൊക്കെ നമ്മൾ പറഞ്ഞ് വീമ്പിളക്കുകയാണ്. ആ സമയത്താണ് ശരി, അത്തരത്തിൽ ഒരു മെഡിക്കൽ വേസ്റ്റ് ആണ്. സ്വാഭാവികമായി ആരോഗ്യ പ്രശ്നങ്ങളടക്കം അതിന്റെ അടുത്ത് നിൽക്കുന്നവർക്ക്, ശ്വസിക്കുന്നവർക്കൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള വേസ്റ്റ് ആണ്. അങ്ങേയറ്റം കൃത്യമായ പ്രോട്ടോകോൾ അനുസരിച്ചൊക്കെ കൈകാര്യം ചെയ്യേണ്ട മാലിന്യ വേസ്റ്റ് ആണ്. ഒരു നടുറോഡിൽ ഹൈവേക്ക് സമീപം ആളുകളുള്ളയിടത്ത് കൊണ്ടിട്ട് ആരും ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ അനാഥനായ ലോറി മാത്രം ഉത്തരവാദിയായ രീതിയിൽ അവിടെ നിൽക്കുന്നത്. ഇതിന് എന്താണ് പോകുമ്പോഴും എന്താണ് പരിഹാരം? ജില്ലാ ഭരണകൂടത്തടക്കം വിവരം അറിയിച്ചിട്ടുണ്ടോ? ഇനി അങ്ങോട്ട് ഇത് ഇങ്ങനെ തന്നെ അവിടെ വെക്കാനാണോ തീരുമാനം? സുഹൈല്, ഈ വിഷയത്തിൽ നമ്മൾ ഇത് അറിഞ്ഞപ്പോൾ തന്നെ ഇവിടേക്ക് വരികയായിരുന്നു. അതുകൊണ്ട് ജില്ലാ ഭരണകൂടത്തെ അല്ലെങ്കിൽ ജില്ലാ കളക്ടറെയോ അല്ലെങ്കിൽ DMOയോ ഒന്നും ഈ ഒരു ഘട്ടത്തിൽ വിളിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ ഇത് അതിക്രൂരമാണ്, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പാടില്ലാത്തൊരു പ്രവൃത്തിയാണ് ഈ ചെയ്തിരിക്കുന്നത്. ഇതിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ഇത്ര ദിവസങ്ങളായി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആർക്കും ഇതിലൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന് തന്നെയാണ്. ഇത് എത്രയും പെട്ടെന്ന് ആശുപത്രി മാലിന്യ സംസ്കരണ യൂണിറ്റിലേക്ക് എത്തേണ്ടതുണ്ട്. ഈ ദൃശ്യങ്ങൾ കൃത്യമായ രീതിയിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളമൊലിക്കുന്ന ദൃശ്യങ്ങളാണ് ക്യാമറമാൻ രാജീവ്
പറഞ്ഞ് ഞാൻ വരുന്നതിന് മുൻപ് നമ്മൾ ഈ ലൈവ് തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് നമ്മുടെ ക്യാമറമാൻ ഇത് ദൃശ്യങ്ങൾ എടുക്കാൻ ശ്രമിക്കവേ വളരെ രൂക്ഷമായ രീതിയിൽ ഛർദ്ദിക്കുന്ന ഒരവസ്ഥ, ഓക്കാനിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഈ മേഖലയിൽ തന്നെ ഉണ്ടായിരുന്നത്. എന്തായാലും അടിയന്തരമായ ഒരു ഇടപെടൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്നു, ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്നു, മന്ത്രി വീണ ജോർജിന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിങ്ങനെ കിടക്കാൻ പാടില്ല. വഴിയരികിലാണ് ഈ ആശുപത്രി മാലിന്യം ഇങ്ങനെ ഈ ഒരു ലോറിയിലാണെങ്കിലും കിടക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് രൂക്ഷമായ മണം വരുന്നുണ്ട്. ഈ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് വെള്ളം ലീക്കായി വരുന്നൊരു സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ എന്തോ ദ്രാവകം ലീക്കായി വരുന്നൊരു സാഹചര്യമുണ്ട്. അടിയന്തരമായ ഇടപെടൽ വേണമെന്നാണ് നമ്മളെ കാണുന്ന ഈ ഭരണകൂടത്തോട് അല്ലെങ്കിൽ അധികൃതരോട് നമുക്ക് പറയാനുള്ളത്. തീർച്ചയായും അടിയന്തര നടപടി വേണം. ആർക്കും ഒന്നിനും ഒരു ഉത്തരവാദിത്തമില്ലാത്തൊരു വല്ലാത്ത കാലമാണ്. ഈ ബയോമെഡിക്കൽ വേസ്റ്റ്, ഹ്യൂമൻ വേസ്റ്റ് അടക്കം അല്ലെങ്കിൽ മെഡിക്കൽ വേസ്റ്റ് അടക്കം കൊണ്ടുവന്ന ലോറി പാതിയിൽ വഴിയിൽ ഉപേക്ഷിച്ച് പോയിരിക്കുന്നു. അനാഥമായ ഒരു ലോറി, അതിന് ഉത്തരവാദിത്തം പറയാൻ ഡ്രൈവറില്ല, ക്ലീനറില്ല. ഈ വേസ്റ്റ് അയച്ച ആ അധികാര കേന്ദ്രത്തിൽ നടക്കും ഒരു മറുപടിയുമില്ല. സഹിക്കേണ്ടത് ആ ഇടത്തുള്ള നാട്ടുകാർ മാത്രം. എന്തായാലും അനുവദിക്കാനാകില്ല. കൃത്യമായ നടപടി വേണം. ആ മാലിന്യം എവിടേക്കാണോ കൊണ്ടുപോകേണ്ടത് അവിടെ എത്തിച്ചത് സംസ്കരിക്കണം. ശ്രീകുമാരനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.